ഇതൊക്കെ ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്. അതെനിക്കറിയാലോ, ഇതൊക്കെ ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്. ഞാൻ വന്ന് പാർത്ഥിപൻ 20 വർഷമായി ഇവിടെ ചട്ടി ബിസിനസ് നടത്തുന്നു. കണ്ട, എനിക്ക് മനസ്സിലേക്ക് അറിയാനുള്ളൊരു പവറുണ്ട് ഗൈസ്. ഇത് ഈ ഫണ്ണി ഗെയിമിൻ്റെ ഒരു കളിയാണ്. പച്ചലീസറാന്ന് പറഞ്ഞിട്ട് ആരും തൊട്ടൊന്നും നോക്കരുത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ ആവശ്യമില്ല. കാരണം I am 100 പ്രൊഫഷണൽ. എന്താ ഇതിങ്ങനെ നിൽക്കുന്നിടത്ത് ലൈറ്റ് ടെക്നോളജി ഇതെൻ്റെ നമുക്കിവിടെ അതിദേവ് നോക്കാം. എനിക്ക് സേഫ് പ്ലേസ് ഒന്നും ഇല്ല. അണ്ണ എന്തായാലും തല്ലിപ്പൊട്ടി. അപ്പൊ ഞാന്
4 ഗൈസ്. ഇത് മറ്റേ മാരിയോ ഇല്ലേ, നിങ്ങൾക്കറിയോ ഇത് ഗൈസ്? ഇത് മുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു, മാരിയോ, സൂപ്പർ മാരിയോ. അതേപോലെ റീൽസൊക്കെ കേട്ടിട്ടുണ്ടോ? ആ സാധനത്തിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ മാരിയോ കളിക്കുന്നവർ സൂക്ഷിക്കുക. മാരിയോ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചുമരിലൊക്കെ ഒട്ടിയിരിക്കും. ഇപ്പോഴും മാരിയോ കളിക്കുന്ന എത്ര പേരുണ്ട് ഗൈസ്? ഞാൻ മാരിയോ തന്നെ 100 വട്ടം കളിച്ചിട്ടാണ് ഒന്നും മര്യാദയ്ക്ക് ഞാൻ സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. ഇനി ഇതൊക്കെ കൊണ്ടുപോയി എനിക്ക് മറ്റേ അഖിലനാഥ് ചാനൽ നമുക്കതൊക്കെ ശരിയാവും. പക്ഷേ എനിക്ക് സംശയം, ഇത് കൊള്ളാൻ കേട്ടാ. ഇത് ഇതാണ് ശരിക്കും അടിപൊളി. ഇതാണ് അടിപൊളി. നിങ്ങൾ ഈ ഫണ്ണി ഗെയിം 4 ഇങ്ങനെ ചത്തിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് അടിപൊളി ഒരു ഗെയിം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് മറ്റേ മാരിയോനെ കാട്ടി സൂപ്പറാണ്. അതിനെല്ലാത്തിക്ക് ഫ്രീ പ്രൊമോഷൻ. മാരിയോ ഇപ്പോഴും കളിക്കുന്ന എത്ര പേരുണ്ട് ഗൈസ്? എന്താണ് നിങ്ങൾ മാരിയോ കളിക്കാറുണ്ടെങ്കിൽ എനിക്കിതിപ്പോൾ എൻ്റെ യൂട്യൂബ് ഐ ഡിയും എല്ലാം പറയാം. കാരണം ഞാൻ കുറേ നേരം ചാനലുണ്ട്, അതിനൊക്കെ എനിക്ക് സമയം കിട്ടും. ഇനി അടുത്ത ഗെയിം പ്ലേ ഏതാണ് കഴിച്ചത്? കമല. നമുക്ക് അടുത്ത് ഇറക്കാം. നമുക്ക് അടുത്തത് കമലേക്കാം ഗൈസ്. കമല അത്ര പേർക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിൽ പിന്നെ മാരിയോ കളിക്കുന്നത് മാരിയോ നമുക്ക് നോക്കി നോക്കാം. ഇത് എനിക്ക് മാരിയോ തന്നെ അത്ര വശം.
എന്നിട്ട് സ്കോറൊക്കെ പുറത്തെടുത്ത് സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. സൂപ്പർ മാരിയോയിൽ ഇതേപോലത്തെ ഒരു ഫീച്ചർ. ഇത് ഫണ്ണി റൺ എന്നാണ് കേട്ടോ ഈ സാധനത്തിന്റെ പേര്. ഫണ്ണി റണ്ണല്ല, ഗെയിം വാങ്ങിച്ചിട്ടില്ല നമ്മള്. ഇത് ഫണ്ണി ഗെയിം 5 ഈ ഗെയിമിന്റെ പേരാണ് കേട്ടോ. ഫണ്ണി ഗെയിം 4 5 ആയിട്ട് ഭാരി റിയഡ്. എന്നിട്ട് ഞാൻ ജയിക്കണല്ല. ഈ പ്രൊഫഷണൽ ഗെയിംസിനൊക്കെ സംഭവമാണ്. ഞാൻ എനിക്ക് ഇത് ഈ കുറേ നേരം ചത്തേക്കാൻ ഞാൻ ഈ എപ്പോഴും ചാവണ പ്ലേസ്. ഞാൻ എല്ലാത്തിനും റോബോട്ട്സിൽ അറ്റത്തിട്ട് ചാടുള്ളൂ. നമ്മുടെ രക്ഷട്ടി. ഇനി നമുക്ക് ഇതില് ഇതിൽ ഞാനൊരു സംഭവം കാണിച്ചത്. ഇത് പക്ഷെ തോറ്റാലും എന്നെ മുന്നിൽ കുറേ അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് ഞാൻ ജയിക്കും.
ഇത് തട്ടിപ്പാട്ടാ. ഇപ്പൊ ഞാൻ ചത്ത അത് തട്ടിപ്പാ. ഇപ്പൊ ഞാൻ ചത്തത് കണ്ടോ? നിങ്ങളെന്നെ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾക്ക് ഈ കൂടെ ഞാൻ പോകും. ഒരു പ്രശ്നമില്ല. ഈ കൂടെ ഞാൻ പോകും. ഒരു പ്രശ്നമില്ല. എൻ്റെ ഇത് കൂടെ ഞാൻ പാസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സാധനമാണ്. എല്ലാം കൂടും. ട്രെയിനൊക്കെ final game.
ഇവൻ നമ്മളെ കണ്ടാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യൂ. കാരണം ഇവന് ഒരു സംഭവം ഉണ്ട്, അതൊക്കെ നിങ്ങളോട് എങ്ങനെ ഞാൻ പറയാന്ന് അറിയത്തില്ല. ഇങ്ങനെ തല ഇരിക്കൂലേ, അപ്പം ഇവൻ നമ്മളെ കണ്ടാൽ മാത്രമേ നമ്മളെ അറ്റാക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇവൻ ഒന്നും ചെയ്യില്ല, മുണ്ടടിക്കും. അപ്പം ഇവന് ഇപ്പോൾ റൊട്ടേറ്റ് ആയില്ല. ഇപ്പോൾ ഈ ബാക്കി പോയിട്ട് കഴിഞ്ഞാലേ മിസ് ഞാൻ തട്ടി. ഓ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഇതിന്റെ ടെക്നിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ഇതിന്റെ ടെക്നിക്ക് നമ്മളെ ഇവൻ കൊല്ലണം. അതായത് നമ്മൾ ഇവന്റെ അടിയിൽ പോയിട്ട് ഇവന്റെ കൈ കൊണ്ട് ചാവുകയാണെങ്കിൽ ഇവന്റെ ഹെൽത്ത് പതിയെ പതിയെ കുറയും. അങ്ങനെ നമ്മൾ ജയിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഗെയിം വിൻ ചെയ്യാൻ പോവാണ് ഗായ്സ്. ജയിച്ച് ഇത് കൂടെ കിടന്നാലേ ഞാൻ ജയിക്കുള്ളൂ. കിടന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഒരു വീണ്ടും ആയിട്ട് പിന്നെ കമ്മലായിട്ട് വീണ്ടും വരുന്നവരെ